നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നാഗസന്യാസിമാരെ കുറിച്ച് ഒരു വാർത്ത തത്വമയി ചെയ്തത്. നാഗസന്യാസിമാരാകാൻ വേണ്ട യോഗ്യതകളെക്കുറിച്ചും അവരുടെ പ്രവൃത്തി, അവരുടെ ആത്മീയ ചര്യകളെക്കുറിച്ചും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട്, അതായത് വലിയ വിശദീകരണമല്ല, ഒരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ ഈ നാഗസന്യാസിമാർ ദിഗംബരന്മാർ, അതായത് ദിക്കാണ് അവർക്ക് വസ്ത്രങ്ങൾ. ഇവിടെ ദിഗംബരന്മാരും ശ്വേതാംബരന്മാരുമുണ്ട്. അപ്പോൾ ദിഗംബര വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഈ നാഗസന്യാസിമാരൊക്കെ തന്നെ. അപ്പോൾ അവർ ദിഗംബരന്മാരാണ്, അല്പവസ്ത്ര അല്ലെങ്കിൽ ഏകവസ്ത്രം ധരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ശരീരവും അവരുടെ മറ്റ് അവരുടെ രഹസ്യ പ്രദേശത്തുള്ള അവയവങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ചിലപ്പോൾ അത് പൊതുവേദിയിൽ അവർ നടക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോയ്ക്ക്. അപ്പൊ ഇതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ നിരവധി വാർത്തകളും ഒക്കെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ കമ്മ്യൂണികളിലും അതുപോലെ തന്നെ ചില മതവിഭാഗങ്ങളുടെ ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പലപ്പോഴും കാണപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ ചിത്രമൊക്കെ എടുത്തുകൊണ്ട് ഇതാണോ സംസ്കാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില വാർത്തകളും സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കൂടെ പ്രവർത്തിക്കുന്ന സഖാത്തിയോട് ഗർഭമുണ്ടാക്കും എന്ന് പറഞ്ഞ് ജാതിപ്പേര് വിളിച്ച ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവിടെ സ്ത്രീകളെ നിരന്തരം അപമാനിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും കാലുവെട്ടും എന്ന് പറയുന്ന DYFIക്കാരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇവിടെ ഏറ്റവും മോശമായ രീതിയിൽ കോളേജ് കവാടത്തിൽ വളരെ സഭ്യതയില്ലാത്ത നഗ്ന ചിത്രങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് ഈശ്വര സങ്കല്പങ്ങളെ പോലും നഗ്നമായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്ററുകൾ അടിക്കുകയും ചെയ്യുന്ന തൃശൂർ കേരളവർമ്മ കോളേജ് ഉൾപ്പെടെയുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള കലാലയങ്ങളിലെ SFI പ്രവർത്തകരെ നാം കണ്ടു. ഇവിടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്ന സഖാത്തികൾക്ക്, സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ നാഗസന്യാസിമാർ ആരെയും കയറി പിടിക്കാറില്ല, ഉപദ്രവിക്കാറില്ല, അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. ഇവിടെ പലരും നഗ്ന ഫോട്ടോകളൊക്കെ തന്നെ വാട്സപ്പിൽ പല സഖാത്തികൾക്കും വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുത്ത കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നും കേസൊന്നും ആയിട്ടൊന്നുമില്ല, നമുക്കറിയാം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ആരെയും ഇതുപോലെ പ്രലോഭിപ്പിക്കാറില്ല, ഇവരാരെയും അവരുടെ നഗ്നത മൂലം ബുദ്ധിമുട്ടിക്കാറില്ല. അവരുടെ ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി, അവരുടെ ചിന്താഗതിയുടെ ഭാഗമായി, അവരുടെ തപസ്സിന്റെ ഭാഗമായി, അവരുടെ സന്യാസ നിഷ്ഠയുടെ ഭാഗമായി അവർ ദിഗംബരന്മാരാണ്. അവരുടെ രീതി അങ്ങനെയാണ്. കാലങ്ങൾക്ക് മുൻപേ ഈ ദിഗംബരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഗോമടേശ്വരന്റെ പ്രതിമയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? അപ്പം അത്തരത്തിൽ ഈ ദിഗംബരന്മാരെ മോശമായി ചിത്രീകരിക്കുകയും അവർ നഗ്നത കാണിക്കുകയാണ്, ഇത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയുകയും ചെയ്യുന്ന ആണും പെണ്ണും ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ അല്ലെങ്കിൽ പുരോഗമനവാദികളുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൂടെ പ്രവർത്തിക്കുന്നവരെ തരം കിട്ടിയാൽ കയറി പിടിക്കുന്ന, അവരെ ബലാത്സംഗം ചെയ്യുന്ന, അവരെ ജാതി വിളിച്ച് ആക്ഷേപിക്കുന്ന, അവരുടെ നഗ്നചിത്രം വേണമെങ്കിൽ വരച്ചു വെക്കുന്ന, നഗ്നചിത്രവും ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയും ഒക്കെ തന്നെ വരച്ചു വെച്ചിട്ട് ഇതാണ് പുരോഗമനം എന്ന് വാദിക്കുന്ന നിരവധി പേരുണ്ട്. അവരൊന്നും ഈ വിഷയത്തിൽ ഇടപെടണം എന്നില്ല. ഇത് നാഗസന്യാസിമാർ അവരുടെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർ ജീവിച്ച് തീർത്തുകൊള്ളും. അവരുടെ മേൽ കുതിര കയറേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് നന്നായി കണ്ടാൽ മതി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.